ഗുണ്ടയായി മാറിയവൻ തമ്പുരാന്റെ ചെണ്ടയായി മാറുന്ന കാഴ്ച. അതാണ് പൗലോസ്ലീഹ. ഞാൻ ആവർത്തിക്കാം. ഗുണ്ടയായി മാറിയവൻ തമ്പുരാന്റെ ചെണ്ടയായി മാറിയ കാഴ്ച. ജാടയും മോടിയുമായി നടന്ന് ക്രൈസ്തവ മതത്തിന്റെ പീഡകനായിരുന്നവൻ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വാടാമുടി ചൂടി കേടുകൂടാതെ ശോഭിച്ച കഥ. അതാണ് പൗലോസ്ലീഹയുടെ ചരിത്രം. ഈ മനുഷ്യനെ കുറിച്ച് ഇന്ന് രാത്രി ചില വിചാരങ്ങളിലൂടെ നമുക്ക് പോകണം. ഈ അധ്യായത്തെ വിളിക്കുന്നത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓഫ് സെയിന്റ് പോൾ എന്നാണ്. പൗലോസ്ലീഹായുടെ യോഗ്യത സർട്ടിഫിക്കറ്റ്. അത് വേറെ ആരും കൊടുക്കുന്നതല്ല. തന്നെക്കുറിച്ച് സമൂഹം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ താൻ തന്നെ ആത്മാവിൻ്റെ ആത്മവിശ്വാസത്തിൽ ചാലിച്ച വരികളിൽ ചരിത്രത്തിന് എഴുതി തന്നിരിക്കുന്നു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലന്മാരെക്കാൾ ഒട്ടും ചെറിയവനല്ല. പ്രിയപ്പെട്ടവരെ, AD 67 രക്തസാക്ഷിത്വം വരിച്ച ഇന്ന് ക്രൈസ്തവ സഭ ലോകത്തായിരിക്കുന്നതിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ സഭ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ മനുഷ്യനോടാണെന്നുള്ളത് മറന്നു പോകരുത്. ഏഷ്യയിലും യൂറോപ്പിലും ലോകത്തിൻ്റെ അതിരുകളോളം അദ്ദേഹം രാപ്പകൽ ശുശ്രൂഷിച്ചു. ജീവിതത്തിൽ 30 വർഷം അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു എന്ന് പറയുക. ആര്? പൗലോസ്ലീഹ. അതിൽ 20 വർഷവും അദ്ദേഹം റോഡിലായിരുന്നു എന്ന് പറഞ്ഞാൽ സഞ്ചാര മിഷണറി ആയിരുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ച് 3 മിഷണറി യാത്രകളിലൂടെ കാലത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത കർമ്മധീരന്റെ ചരിത്രം പുതിയ നിയമത്തിന്റെ 2/3 ഭാഗവും വീരോചിതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പൗലോസ്ലീഹയെ കുറിച്ച് നാം അധികം ആഴത്തിൽ അങ്ങോട്ട് പോകാറില്ല. ഇന്ന് രാത്രി ഈ പ്രിയപ്പെട്ട അപ്പോസ്തലന്റെ ഈ വചനത്തെ ആധാരമാക്കി പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് രൂപമാറ്റം വരുത്തിയ 6 സ്ഥലങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആവർത്തിക്കട്ടെ. 30 വർഷം ക്രൈസ്തവനായി 20 വർഷവും റോഡിൽ തെരുക്കോണുകളിൽ സുവിശേഷം പഠിപ്പിച്ച, ലോകത്തിൻ്റെ ഭൂഖണ്ഡങ്ങളിൽ സഞ്ചരിച്ച് കൊതിതീരാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലാത്ത തകിടം മറിഞ്ഞ ആ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ലേഖനങ്ങളുമായി അപ്പോസ്തല പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തി വളരെ വേഗം 6 സ്ഥലങ്ങൾ, പൗലോസ്ലീഹയുടെ ജീവിതത്തിലെ 6 സ്ഥലങ്ങളെ വർത്തമാനകാല ജീവിതത്തിൽ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന് സന്ദേശം നൽകേണ്ട 6 സ്ഥലങ്ങളോട് ബന്ധിപ്പിച്ച് ഈ രാത്രി വിചാരങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഈ ഉള്ളവൻ ആഗ്രഹിക്കുന്നു. അഭിവന്യ തിരുമേനിയുടെ ലളിതവും ദീപ്തവുമായ വാക്കുകളെ സാഹൂതമാണ് ഞാൻ കേൾക്കാറുള്ളത്. അതുകൊണ്ട് അഭിവന്യ തിരുമേനിയുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു ചെറിയ സങ്കോചം അനുഭവിക്കാറുമുണ്ട്. ഈ രാത്രിയെങ്കിലും ഞാനതൊരു പദവിയായി കാണുന്നു, അതൊരു വലിയ കൃപയായി ഞാൻ എണ്ണുന്നു. ശ്രേഷ്ഠ വൈദികരുടെ സാന്നിധ്യവും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം നിങ്ങളുടെ മനസ്സിലൊന്ന് കുറിച്ചു വയ്ക്കൂ സ്നേഹിത. പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ജീവിതത്തിലെ 6 സ്ഥലങ്ങൾ, ക്രൈസ്തവ ജീവിതത്തിന് 6 സന്ദേശങ്ങൾ. ആവർത്തിക്കുന്നു, 6 സ്ഥലങ്ങൾ, ചരിത്രത്തിലെ 6 സന്ദേശങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ അക്കമിട്ട് ഇങ്ങനെ കുറിച്ചു വെക്കണം. 6 സ്ഥലങ്ങളും. മറ്റെങ്ങും യാത്ര പോകരുത് എന്നെ കേൾക്കുന്നവർ. സാമൂഹിക മാധ്യമങ്ങളിൽ എന്നെ ഈ സമയം ശ്രദ്ധിക്കുന്നവരുണ്ട്. അടച്ചു വെച്ച് പോകരുതേ, സ്ക്രോൾ ചെയ്ത് മാറിപ്പോകരുതേ. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളായിരിക്കുന്നിടത്ത് വചനത്തെ ശ്രദ്ധിക്കണമെന്ന് ഈ വിനീതൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. 6 സ്ഥലങ്ങൾ, 6 സന്ദേശങ്ങൾ. 1, തർസോസ്, സ്പേസ് ഓഫ് ഇൻസോളൻസ്. തർസോസ്, നിങ്ങൾക്കറിയാം തർസോസ്. പൗലോസ്ലീഹ എന്ന് കേൾക്കുമ്പോൾ ആ പഴയ പേര് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. എന്താണ്? മാസ്ക് ഇട്ടുകൊണ്ട് മിണ്ടില്ല അല്ലേ? ശൗൽ, ഒരു ഗുണ്ടയായിരുന്ന ശൗൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ജന്മസ്ഥലം ആദ്യ നാളുകൾ പ്രാകൃത സ്വഭാവത്തിൻ്റെ ഹിംസ മുഴുവൻ ഫണം വിടർത്തിയാടിയ കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും ചോരത്തിളപ്പിൽ വേണ്ടാതീനങ്ങളും വികൃതിക്കൂട്ടുകളും കാലത്തിന് പകർന്നാടിയ ആ മനുഷ്യൻ്റെ
ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ തർസോസ്, സ്പേസ് ഓഫ് ഇൻസോളൻസ്. ഒന്നാമത്തെ സ്ഥലം നിങ്ങളുടെ മനസ്സിലിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ ഞാൻ കടമെടുക്കട്ടെ, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറയുക. ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ മുഴുകിയാടുന്ന ജീവിതത്തെ വിളിക്കാവുന്ന പേരാണ് തർസോസ്. അദ്ദേഹം ജനിച്ച വർഷം കൃത്യമായി പറയാനാകില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അറിയില്ല. എങ്കിലും BC 2 എന്ന് തോന്നുന്നു. തർസോസ് പ്രൗഢി വിളയാടിയിരുന്നൊരു ഭൂമി. സുഗന്ധവർഗം, ആട്ടിൻ രോമം, കമ്പിളി വസ്തുക്കൾ, കൂടാരശീലകൾ, എണ്ണമറ്റ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് സമ്പന്നമായ ഒരു നാട്. പാണ്ഡിത്യം വഴിഞ്ഞൊഴുകിയ മഹാന്മാരുടെ പട്ടണം തർസോസ്. അന്നറിയപ്പെട്ടിരുന്ന 3, അതായത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത്, ക്രിസ്തുവിന് മുമ്പ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കാലത്ത് അറിയപ്പെട്ടിരുന്ന 3 സർവകലാശാലകൾ. 1 അഥേന, ഏതൻസ്. 2 അലക്സാണ്ട്രിയ, 3 തർസോസ്. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു സ്ഥലം. റോമ പൗരത്വം കൽപ്പിച്ചിരുന്ന പട്ടണം തർസോസ്. ഈ തർസോസിൻ്റെ സുഖപ്രമത്തതയിൽ, തർസോസിൻ്റെ പ്രൗഢിയിൽ, സുഖലോലുപതയിൽ ആറാടിയൊരു ബാല്യം ഈ രാത്രി നമ്മുടെ കഥാനായകനുണ്ട്. ആർക്ക്? പൗലോസ്ലീഹായ്ക്ക്. നിങ്ങൾ ആ മനുഷ്യൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്ന്, വേറെങ്ങും പോകരുത് കേട്ടോ. ബാല്യത്തിൽ ശൗൽ ഈ സുഖപ്രമത്തതയിൽ ആറാടിയിരുന്ന, ചോരത്തിളപ്പിൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ട മതമൗലികവാദത്തിൻ്റെ ഒരു വലിയ കോമരമായി മാറിയ ഒരു ബാല്യം. ക്രൈസ്തവരോടുള്ള ആഴമായ പകയും വിദ്വേഷവും ഞരമ്പുകളിൽ അഗ്നി വമിപ്പിച്ചിരുന്നൊരു കാലം ശൗലിനുണ്ടായിരുന്നു. ഈ ബൈബിളിൽ, വേദപുസ്തകത്തിൽ ശൗലിൻ്റെ എൻട്രി എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ശൗലിൻ്റെ വരവ് നാം കാണുന്നത് 8-ാം അധ്യായത്തിലാണ്. 1-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും ഒക്കെയാണ്. അതിങ്ങനെയാണ്: അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. നമുക്കറിയാം, വലിയ വില്ലന്മാരുടെയൊക്കെ വരവ് പോലെയാണ്, വലിയ കൊലപാതകത്തിൻ്റെ ഒരു പിക്ചറിലാണ്. സ്തേഫാനോസിനെ കുറിച്ചാണ്. അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. ഒരു കൊലപാതകിയുടെ വേഷം ധരിച്ച് വേദപുസ്തകമെന്ന അരങ്ങിലേക്ക്, ചരിത്രമെന്ന അരങ്ങിലേക്ക് രംഗപ്രവേശം ചെയ്ത ഒരു മനുഷ്യൻ. വീട് തോറും ചെന്ന്, നിങ്ങൾ ബാക്കി പറയും, സ്ത്രീകളെയും പുരുഷരെയും വലിച്ചഴച്ച് എന്ത് ചെയ്തു? തടവിലാക്കി ക്രൈസ്തവരെ. ഭാരതം പറയും, ഇങ്ങനെയുള്ളവനെ പേടിക്കണം. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ അത്രയും പേടിക്കണം. സത്യവും ധർമ്മവും വെടിഞ്ഞ പുരുഷനെ, സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ എത്രയും പേടിക്കണം. അത്രമാത്രം പേടിക്കേണ്ട ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ആദ്യത്തെ സ്ഥലം തർസോസാണ്. പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം, സ്പേസ് ഓഫ് ഇൻസോളൻസ്. എൻ്റെ സ്നേഹിതരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാലം പലപ്പോഴും ഉണ്ട്. ആര് പറഞ്ഞാലും കേൾക്കാത്ത, തന്നിഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന, ആരെയും വകവയ്ക്കാത്ത, നമ്മുടെ ചിന്തകൾ മാത്രം ശരിയെന്ന് പ്രഖ്യാപിക്കുന്ന, ആരോടും പ്രതിബദ്ധതയില്ലാത്ത, തനിക്ക് ശരിയെന്ന് തോന്നാത്ത എല്ലാത്തിനോടും പക പുലർത്തുന്ന ഒരു തർസോസ് എൻ്റെയും സ്നേഹിത, നിൻ്റെയും ജീവിതത്തിലില്ലേ? ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തർസോസ് ഉണ്ട്. അതിനെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. എന്ത്? മെയ്ക്കരുത്തിൽ അഹങ്കരിച്ച് പണ്ഡിതനാണ്, അധികാരിയാണ്, വലിയ പുള്ളിയാണ്. ദേഹത്തിൻ്റെ ആരോഗ്യം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയും അടുത്തു വന്ന് ആക്രമിക്കും ശരീരത്തെ നിർണയം. ജീവിതം ഇങ്ങനെയാണ്. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് ശരീരബലത്തെക്കുറിച്ച്, അധികാരത്തെ ഓർത്ത്, പദവിയെ ഓർത്ത് ഒരു തർസോസിൻ്റെ അഹങ്കാരം നമുക്കുണ്ട്. ജീവിതത്തിൽ ചിലർക്കത് 30 വയസ്സ് വരെ കാണുള്ളൂ, ചിലർക്ക് 20 വയസ്സ് വരെ കാണുള്ളൂ,
ചിലർക്ക് 80 കഴിഞ്ഞാലും കാണും ഒരു തർസോസ്. പല ജീവിതങ്ങളും തർസോസില്ല. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹയുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ സ്ഥലം തർസോസാണ്. വീണ്ടും വിചാരമില്ലാത്തൊരു കാലഘട്ടം. ഞാൻ എവിടെയോ വായിച്ചു, നമ്മുടെ ജീവിതത്തിന് 5 കുപ്പികൾ ഒരു ഗുണപാഠമാണ് ജീവിതചക്രത്തിന്. എത്ര കുപ്പി? മിണ്ടിക്കൊള്ളുന്നു. എത്ര കുപ്പി? 5 കുപ്പി. കുപ്പി എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ കുപ്പി, ഒരാളുടെ ജീവിതചക്രത്തിൽ ഒന്നാമത്തെ കുപ്പി മുലക്കുപ്പിയാണ്. അത് കൊച്ചുപ്രായത്തിൽ അല്ലേ എല്ലാവരും അത് ഉപയോഗിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അധികം പാല് കൊടുക്കാൻ അമ്മമാരൊന്നും തയ്യാറാവില്ല. പെട്ടെന്നിറങ്ങ് നിർത്തും പരിപാടി. അപ്പം മുലക്കുപ്പി ഉപയോഗിക്കുന്ന പിള്ളേരുടെ എണ്ണം കൂടുതലാണ്. ശൈശവത്തിൻ്റെ നിഷ്കളങ്കതയാണ് മുലക്കുപ്പി, അല്ലേ? എല്ലാവർക്കും പരിചയമുണ്ട്. രണ്ടാമത്തെ കുപ്പി ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് വരുമ്പോൾ കോളാക്കുപ്പിയാണ്. കോള എന്നങ്ങ് പേരിട്ടോണ്ടാ മതി. കൃത്രിമത്വത്തിൻ്റെ കുപ്പിയാണത്, അല്ലേ? ഫാസ്റ്റ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കൃത്രിമത്തിൻ്റെതാണ്. കോളാക്കുപ്പിയാണ്. ശൈശവത്തിൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന് ബാല്യത്തിൻ്റെ കൃത്രിമത്വത്തിലേക്ക്. ശരിയല്ലേ? 2 കുപ്പി കഴിഞ്ഞു. മൂന്നാമത്തെ കുപ്പി ശൈശവവും ബാല്യവും ഒക്കെ കഴിഞ്ഞു. ഇനി യൗവനമാണ്. നിങ്ങൾ പറയൂ, ആ കുപ്പി ഈ കരിപ്പാക്കുന്നിലൊന്നും ആണുങ്ങളത് ഉപയോഗിക്കത്തില്ലെങ്കിലും ഉപയോഗിക്കുന്ന വേറെ സ്ഥലമുണ്ട്. അന്റാർട്ടിക്ക പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. എന്താണ് ആ കുപ്പിയുടെ പേര്? അറിയില്ല. പാവം മനുഷ്യർ. വിസ്കി കുപ്പിയെന്നോ ബ്രാൻഡി കുപ്പിയെന്നോ വിളിക്കാം. മൂന്നാമത്തെ കുപ്പി വഴിവിട്ട യൗവനം. ശൈശവത്തിൻ്റെ നിഷ്കളങ്കത, ബാല്യത്തിൻ്റെ കൃത്രിമത്വം, യൗവനത്തിൻ്റെ വഴിവിട്ട യൗവനം. നാലാമത്തെ കുപ്പി, ഇന്നൊന്നും കേട്ടില്ലെങ്കിൽ ഈ കുപ്പിയും കൊണ്ടെങ്കിലും പോണേ. നാലാമത്തെ കുപ്പി അത് മധ്യവയസ്സിൻ്റെതാണ്. മിനറൽ വാട്ടർ. ഡോക്ടർ പറഞ്ഞു തുള്ളി തൊടരുത്. അതുകൊണ്ട് ഇപ്പം പുള്ളി നല്ല പുള്ളിയാണ് കേട്ടോ, ഒട്ടും കഴിക്കില്ല. മധ്യവയസ്സിലെ തിരിച്ചറിവാണ് മിനറൽ വാട്ടർ, അല്ലേ? പഴയ കൃത്രിമവും വഴിവിട്ട അതൊക്കെ നിർത്തിക്കഴിഞ്ഞു. മധ്യവയസ്സും കഴിഞ്ഞു. 4 കുപ്പിയായി, അല്ലേ? ഇനി 1 കുപ്പിയുണ്ട്. ഇതുവരെ ഉള്ള 4 കുപ്പി നേരെയാണ് നമ്മൾ വച്ചേക്കുന്നത്, അല്ലേ? മുലക്കുപ്പി, കോളാക്കുപ്പി, വിസ്കി കുപ്പി, പിന്നെ എന്നാ മിനറൽ വാട്ടർ. ഇതെല്ലാം നേരെയാണ് നമ്മൾ വച്ചേക്കുന്നത്. 5ാമത്തെ ഒരു കുപ്പിയുണ്ട്. ഇത് തല കീഴായിട്ടാ വെക്കുക. മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ല? ICUവിൻ്റെ 1000 കുടലുകൾക്കിടയ്ക്ക് ഊർദ്ധശ്വാസം വലിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ വല്ലാത്ത പോക്കിൽ ഒക്കെ ഇങ്ങനെ വഴിവിട്ട് നടക്കുമ്പോൾ രോഗത്തെ നാം വിലയ്ക്ക് വാങ്ങാറുണ്ട്. ആശുപത്രിയുടെ രോഗക്കിടക്കരികെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ തലകീഴായൊരു കുപ്പി തൂക്കിയിടും. മനസ്സിലായില്ലേ? ഡ്രിപ്പ് കുപ്പി. അതിൽ നിന്നിങ്ങനെ തുള്ളി തുള്ളി തുള്ളിയായി ദേ ശരീരത്തിലേക്ക്. 5ാമത്തെ കുപ്പിയിൽ എത്തുമ്പോഴേക്കും വൈകിപ്പോയി. നേരത്തെ ചില തിരിച്ചറിവുകൾ കെട്ടിയിരുന്നെങ്കിൽ 5ാമത്തെ കുപ്പി കുറച്ചൊക്കെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ദീർഘിപ്പിക്കാമായിരുന്നു. തർസോസിൽ അഹങ്കരിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിൻ്റെ 5 കുപ്പി ഇത് തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്കറിയാം ഈ കുപ്പി മറക്കുകയല്ലെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ശൗലായിരുന്നപ്പോൾ മതത്തിൻ്റെ പോരാളിയായിരുന്നു, മനുഷ്യത്വത്തിൻ്റെ പോരാളിയായിരുന്നില്ല. സഹോദരങ്ങളെ, 1ാമത്തെ സ്ഥലം സ്പേസ് ഓഫ് ഇൻസോളൻസ്, തർസോസ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്കും നിങ്ങൾക്കും ഉണ്ട് തിരിച്ചറിവില്ലാത്തൊരു കാലം. ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു തർസോസ്. നമുക്കൊത്തിരി വിഷയങ്ങളുണ്ട്. 6 സ്ഥലങ്ങൾ. സമയം ഡിവൈഡ് ചെയ്താൽ പോലും 10 മിനിറ്റ് വീതേ ഉള്ളൂ. 2ാമത്തെ ഇടത്തേക്ക് പോകാം. മറക്കല്ലേ, തർസോസിൻ്റെ വഴിവിട്ട യൗവനം പൗലോസിന്, ശൗലിന്. പൗലോസ് എന്ന് വിളിക്കില്ലപ്പോൾ ശൗൽ മാത്രമാണ്. 2ാം സ്ഥലം ദമസ്കോസ്. ദമസ്കോസ്, ആ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം, ഒരു തകിടം മറിയലുണ്ടായ സ്ഥലമാണ്, ഒരു യു ടേൺ സംഭവിച്ച ഇടമാണ്. സ്പേസ് ഓഫ് ഇൻസ്പെക്ഷൻ, പരിശോധനയുടെ ഇടം. 2ാം സ്ഥലം സ്പേസ് ഓഫ് ഇൻസ്പെക്ഷൻ,
പരിശോധനയുടെ ഇടം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായമാണ് സന്ദർഭം. വന്നോളൂ, ആ അധ്യായത്തിലേക്ക് വന്നോളൂ, ഞാൻ നിങ്ങളെ മാടി വിളിക്കുന്നു. അപ്രതീക്ഷിതമായ അന്ധതയുടെ ഇടമാണ്. ഇരുട്ടിൻ്റെ വിനാഴികകൾ ഒരു ചെറുപ്പക്കാരനെ 72 മണിക്കൂറിൽ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ കഥ പറയും 9-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണ്: ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം മിന്നി. ശൗൽ നിലത്ത് വീണു. ഒരു കൊള്ളിമീൻ, ഒരു മിന്നൽ. ശൗൽ നിലത്ത് വീണു. അറിയാം നിങ്ങൾക്ക്, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ നടന്ന ശൗൽ യെരുശലേമിനും ദമസ്കോസിനും ഇടയ്ക്കുള്ള വഴിയിൽ ദേ കിടക്കുന്നു ഒരു വലിയ വെളിച്ചത്തിൽ. ഒരു ചോദ്യം: ശൗലേ, എന്താ മക്കളെ നീ എന്നെ ഉപദ്രവിക്കുന്നത്? അറിയാമല്ലോ നിങ്ങൾക്ക് ആ സന്ദർഭം. ഓർക്കണം, അവിടെ നിന്ന് ശൗലിനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാ? കൈക്ക് പിടിച്ചു കൊണ്ടുപോവുക. സ്പേസ് ഓഫ് ഇൻസ്പെക്ഷൻ. 72 മണിക്കൂറാണ് അന്ധത. ഓർക്കണം പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ വലിച്ചിഴച്ചവന്റെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ. പ്രാകൃത സ്വഭാവത്തിന്റെ തർസോസിൽ നടക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ, അത് ഞാനാണെങ്കിലും നീ ആണെങ്കിലും, ഒരു പരിശോധനയുടെ ദമസ്കോസ് നമുക്ക് വരും കേട്ടോ. ഒരു അന്ധതയുടെ ആ അന്ധത ഒരുപക്ഷെ രോഗമായിരിക്കാം. ആ അന്ധത ഒരുപക്ഷെ നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ ശോധനകളായിരിക്കാം. യേശു ശൗലിനോട് പറയുന്ന മറുപടി: മോനെ, നീ മുഖാന്തരം ഞാൻ ഫീൽ ചെയ്തു എന്നാണ്. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലേ ദൈവജാത, നിനക്കീ വേദന വരുത്തി വച്ചതി നീജന്യാനയോ. പിതാക്കന്മാർ പറയും, ദൈവത്തെ അനുസരിക്കേണ്ടത് ദൈവത്തിന് ഫീലിങ്സ് ഉണ്ട് എന്നുള്ള തോന്നലിലാണ്. മനസ്സിലായോ? ദൈവത്തെ ഒരുത്തൻ അനുസരിക്കേണ്ടത് ദൈവത്തിന് ഫീലിങ്സ് ഉണ്ടെന്നുള്ള തോന്നലാണ്. എനിക്ക് വേണ്ടി അവിടുന്ന് മുറിവേറ്റു, അതുകൊണ്ടാണ് ഞാൻ ഈ പാടിയത്: മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലേ ദൈവജാത, നിനക്കീ വേദന വരുത്തി വച്ചതി നീജന്യാനയോ. സഹോദരങ്ങളെ, ഒരു പരിശോധനയുടെ സ്ഥലമുണ്ട്. ദൈവം നമ്മെ കൊണ്ടുപോകും. 72 മണിക്കൂർ. യോനയ്ക്ക് 72 മണിക്കൂറാ അല്ലേ? മത്സ്യത്തിന്റെ ഉദരത്തിൽ അബ്രഹാം മോറിയ മല കയറിയപ്പോ 3 ദിവസത്തെ ഒരു വഴിദൂരമുണ്ട്. അവിടെ 72 മണിക്കൂറാ. ഒന്ന് മാത്രം ഓർക്കുക, തർസോസിന്റെ പ്രാകൃത സ്വഭാവത്തിൽ ആരെയും അനുസരിക്കാത്ത മനുഷ്യ, നിന്നേക്കാത്ത അന്ധതയുടെ താഴ്വരകളുണ്ട്, നിന്നേക്കാത്ത പരിശോധനയുടെ ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ പരിശോധനയിൽ നീ ജയിക്കുമോ? ജോർജ് മത്തീസൺ എന്ന് പറയുന്ന ഒരു വലിയ പാട്ടുകാരനുണ്ടായിരുന്നു. പഴയ ആളാണ്. അദ്ദേഹം അന്ധനായി തീർന്നവനാണ്. ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്നില്ല, പിന്നീട് അന്ധനായ ആളാണ്. തൻ്റെ അന്ധതയുടെ നാളുകളിൽ, പൗലോസിന്റെ അന്ധതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറയുന്നത്. തൻ്റെ അന്ധതയുടെ നാളുകളിൽ ഈ ജോർജ് മത്തീസൺ പാടി: The love that seeks me through pain. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞാൻ ഈ വേദനയിലൂടെ അറിയുന്നു. പരിശോധനയിലൂടെ ശൗലിന്റെ പ്രാകൃത സ്വഭാവം മാറി. The love that seeks me through pain. എൻ്റെ യേശുവിൻ്റെ സ്നേഹം എൻ്റെ അന്ധതയിൽ ഞാൻ അറിയുന്നു. വിശ്വപ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ, നിങ്ങൾ കേട്ടിട്ടുള്ളയാളാണ് ദസ്തയേവ്സ്കി. അദ്ദേഹത്തിന് എത്രയോ നോവലുകൾ. റഷ്യൻ എഴുത്തുകാരൻ. അദ്ദേഹത്തിന് അപസ്മാരത്തിൻ്റെ അസുഖമുണ്ട്, ജന്നി വരും. ഏതോ ഒരു വർത്തമാനത്തിനിടയിൽ പത്രപ്രവർത്തകരോട് ഈ രോഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും എൻ്റെ രോഗം ഞാൻ പകരം തരില്ല. എൻ്റെ ദൈവത്തെ ഞാൻ കാണുന്ന നേരമാണിത്. ആർക്ക് പറയാൻ പറ്റും? ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ പറയുമോ? ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും എൻ്റെ നടുവേദന ഞാൻ പകരം തരുകയല്ല, എൻ്റെ ദൈവമായിട്ട് ഇടപെടുന്ന നേരാണെന്ന് പറയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ലോകം മുഴുവൻ പകരം തരാമെന്ന് പറഞ്ഞാലും എൻ്റെ വേദന ഞാൻ പകരം തരില്ല, ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്ന നേരമാണ്.
നമുക്കറിയാലോ, ഗീതാഞ്ജലി എന്ന ഉത്തമ കൃതി ഭാരതത്തിൽ എഴുതിയതാരാണ്? മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. ജീവിതത്തിൽ മുഴുവൻ സങ്കടങ്ങൾ മാത്രം വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം എഴുതി വെച്ചത് ഇങ്ങനെയാണ്: എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പൂ. ഇവരൊന്നും ക്രൈസ്തവരായിരുന്നില്ല, അറിയാമല്ലോ. പക്ഷേ ജീവിതത്തിന്റെ പരിശോധനകളിൽ ചില മനുഷ്യരിങ്ങനെയാണ്. പ്രാകൃത സ്വഭാവങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യരാകും. എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പൂ. ജീവിതത്തിൽ വിചിത്രമായത് ചിലത് സംഭവിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? നമുക്ക് പറ്റുമോ? പ്രയാസ. ശൗലിൽ വിചിത്രമായത് സംഭവിച്ചിരിക്കുന്നു. പീഡകനായി നിലത്ത് വീണിരിക്കുക. ഇവിടെ പീഡകനായി, ഒന്നോർക്കണം, ഞാൻ ഇനി പറയുന്ന വാചകം: പീഡകനായി നിലത്ത് വീണവൻ പടയാളിയായി എഴുന്നേറ്റു. എന്തിന്റെ പടയാളി? ക്രൂശിന്റെ പടയാളി. അതാണ് മാറ്റം. ദമസ്കോസിൽ സംഭവിച്ചത് അതാണ്. പീഡകനായി നിലത്തു വീണവൻ പടയാളിയായി എഴുന്നേറ്റു എന്നുള്ളതാണ്. രണ്ട് സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. ഒന്ന്, ഉറക്കെ പറയൂ, പോയല്ലോ, മിണ്ടില്ലേ, എന്തായാലും ഞാൻ ഇത്ര ദൂരം വന്നല്ലേ, ഒന്ന് പറയൂ. ഒന്ന് തർസോസ്, ഉറക്കെ പറയണ, കൊയറുകാരാണ് എൻ്റെ ഒരു ബലം. രണ്ട് ദമസ്കോസ്. ഒന്ന് സ്പേസ് ഓഫ് ഇൻസോളൻസ്, രണ്ട് സ്പേസ് ഓഫ് ഇൻസ്പെക്ഷൻ, പരിശോധനയുടെ ഇടം. മൂന്നാമത്തെ സ്ഥലം, ഇതിവിടെ ഇട്ടിട്ട് പോകാനല്ല നാം വന്നത് എന്ന് ഓർക്കണം. പൗലോസ്ലീഹായെ കുറിച്ച് ചെറുതായി നമുക്കൊന്ന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഒന്ന് തർസോസ്, രണ്ട് ദമസ്കോസ്, മൂന്ന്, ഉറക്കെ പറയണം, മൂന്ന് അറേബ്യ. അറേബ്യ സ്പേസ് ഓഫ് ഇന്ററാക്ഷൻ, സംവാദത്തിന്റെ ഇടം. ഇനി എന്താണ് അറേബ്യ? അറേബ്യ എന്താണെന്ന് ഗലാത്യ ലേഖനം 9-ാം അധ്യായം 17-ാം വാക്യം പറയും. പൗലോസ്ലീഹായ്ക്ക് അറേബ്യ എന്തായിരുന്നു എന്ന് പറയും. അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു: ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിലത് സംഭവിച്ചപ്പോൾ, എൻ്റെ ജീവിതത്തിൽ ദമസ്കോസ് സംഭവിച്ചപ്പോൾ, എൻ്റെ ജീവിതത്തിൽ തർസോസിൽ നിന്ന് ദമസ്കോസിലേക്ക് വന്നപ്പോൾ എനിക്ക് മുൻപേ അപ്പോസ്തോലന്മാരായവരോട് ആലോചിക്കുകയോ, കേൾക്കണേ, യെറൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അവിടെ ഞാൻ 3 സംവത്സരം പാർത്തു. നിങ്ങൾ പറ, അറേബ്യയിൽ പൗലോസ്ലീഹ എത്ര വർഷം? 3 വർഷം. അവിടെ ഒരു പ്രവർത്തനവും നടത്തിയില്ല. അറേബ്യ എന്ന് കേൾക്കുമ്പോഴും നിങ്ങൾക്കറിയാം എന്തായിരിക്കും അവിടെ? ബീച്ചായിരിക്കും, ബീച്ച്, പാർക്കായിരിക്കും. അറേബ്യയിൽ എന്തായിരിക്കും? കേട്ടില്ല? മരുഭൂമി. അതെ, മരുഭൂമി പിൻവാങ്ങലിന്റെ ഇടമാണ്, ഏകാന്തതയുടെ കുടീരമാണ്. ദൈവം ഇടപെട്ട ഒരാൾക്ക് പിൻവാങ്ങാതെ തരമില്ല. തർസോസിന്റെ സുഖപ്രമത്തറയിൽ മുഴുകി ജീവിച്ച ഒരുവന്, ആൾക്കൂട്ടത്തിന്റെ ബഹളങ്ങളിൽ അഭിരമിച്ച ഒരു മനുഷ്യന്, ഇതാ ദമസ്കോസ് സംഭവിച്ചു കഴിഞ്ഞാൽ സകലത്തിൽ നിന്നും പിൻവാങ്ങുന്ന ഒരു അറേബ്യ സംഭവിച്ചേ മതിയാകുള്ളൂ. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ലോകത്തിലെ മഹാന്മാരൊക്കെ അങ്ങനെയാണ്, ലോകത്തിലെ വലിയ മനുഷ്യരൊക്കെ അങ്ങനെയാണ്. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം പറയും: ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. കാമുകൻ കാമുകിയെക്കുറിച്ച് എന്ന പോലെ പറയുകയാണ്. ലോകത്തൊരു കാമുകനും അങ്ങനെ പറയുകയില്ല, ഞാൻ അവളെ വശീകരിച്ച് ഒന്നുകിൽ വണ്ടർലാക്കി കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നേ പറയുള്ളൂ. പക്ഷേ വേദപുസ്തകം പറയുന്നു, സ്വർഗത്തിലെ മണവാളൻ മണവാട്ടിയായ സഭയെ വശീകരിച്ച് ഞാൻ അവളെ എവിടെ കൊണ്ടുപോകും? മരുഭൂമിയിൽ. സ്വർഗത്തിലെ ദൈവം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ചില മരുഭൂമികളിലേക്ക് നമ്മളെ കൊണ്ടുപോയേക്കാം. ഉത്തമഗീതത്തിൽ മണവാട്ടി പറയുന്നു ഉദാത്തമായ പ്രണയത്തെക്കുറിച്ച്, ഉജ്ജ്വലമായ പ്രണയത്തെക്കുറിച്ച്, ഉയർതരുന്ന പ്രണയത്തെക്കുറിച്ച്. ഉത്തമഗീതത്തിലെ പ്രണയം പറയും, എന്നെ വലിക്ക. ബാക്കി പറയാമോ? നാം ഓടിപ്പോക. എങ്ങോട്ട്? എന്നെ വലിക്ക, നാം ഓടിപ്പോക മരുഭൂമിയിലേക്ക്. സഭ ഇതാണ് പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ഇതാണ് പഠിപ്പിക്കുന്നത്. ഒരു അറേബ്യ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. തർസോസിൽ അഭിരമിക്കുന്ന മനുഷ്യ, തർസോസിലെ ബഹളങ്ങളിൽ മുഴുകുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിലൂടെ ദമസ്കോസ് സംഭവിച്ചെങ്കിൽ ഒരു പിൻവാങ്ങൽ ഉണ്ടായേ മതിയാവുള്ളൂ. നോമ്പ് ഒരു അറേബ്യയാണ്.
വലിയ നോമ്പ് ഒരു അറേബ്യയാണ്, 3 നോമ്പ് ഒരു അറേബ്യയാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ സ്വയം കണ്ടെത്തിയ 3 വർഷങ്ങൾ. ശ്രീബുദ്ധന്റെ അടുക്കൽ ചെന്ന് പ്രിയ ശിഷ്യൻ ആനന്ദൻ ചോദിക്കുന്നുണ്ട്, ബുദ്ധ, വെളിച്ചം എങ്ങനെ കിട്ടും? ബുദ്ധൻ മറുപടി പറയുന്നു, ആനന്ദ, എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? നീ തന്നെയാണ് നിന്റെ വെളിച്ചം. ശരീരം എന്ന വസ്ത്രത്തെ അണിഞ്ഞിരിക്കുന്ന ആത്മചൈതന്യമാണ് നാം ഓരോരുത്തരും, അല്ലേ? ഈ ശരീരം എന്താണ്? 93% വെള്ളമാണെന്നാണ് പറയുക. വെള്ളം നമ്മൾ പലരും ഉദ്ദേശിക്കുന്ന ആ വെള്ളമല്ല. 93% വെള്ളവും ബാക്കി 7% കുറച്ച് മൂലകങ്ങളും കുറച്ച് സ്രവങ്ങളുടെ മീതെയുള്ള ഒരു തുകലുടുപ്പല്ല ശരീരം. കുറച്ച് സ്രവങ്ങളുടെ മീതെയുള്ള ഒരു ചെറിയ തോലുടുപ്പ് മാത്രമല്ല ശരീരം. ശരീരം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ, ജീവൻ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ പറയും ഒരു ആത്മചൈതന്യം, ആത്മാവെന്ന ആത്മചൈതന്യത്തെ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമാണ്. അത് പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി. അറേബ്യ പരിശോധനകളുടെ ഇടത്തിൽ നിന്ന് പിൻവാങ്ങലിൻ്റെ ഇടത്തിലേക്ക്. യേശുക്രിസ്തുവിൻ്റെ പിൻവാങ്ങൽ 40 ദിവസമാണ്. മോശയുടെ പിൻവാങ്ങൽ 40 വർഷമാണ്, 40-ാം വയസ്സ് മുതൽ 80-ാമത്തെ വയസ്സ് വരെ. ഒരു കാര്യം ഓർക്കണേ, എല്ലാ വർണ്ണച്ചിറകുകൾക്ക് പിന്നിലും ഒരു കൊക്കൂൺ ഉണ്ട്. എന്താണ് ഈ കൊക്കൂൺ? ഞാൻ കൊക്കൂൺ എന്ന് പറയുന്നത് വേറെ ഭാഷയൊന്നുമല്ല, മലയാളം തന്നെയാണ്. എന്താണ് കൊക്കൂൺ? ചിത്രശലഭം ആകുന്നതിന് മുമ്പ് കടന്നു പോകുന്ന ഒരു സമാധിയുടെ അവസ്ഥയുണ്ട്. അതിൻ്റെ പേരാണ് കൊക്കൂൺ. വർണ്ണച്ചിറകുകൾക്ക് പിൻപിൽ ഒരു കൊക്കൂൺ ഉണ്ടെന്നുള്ളത് ഓർക്കണം. ആന്തരിക മനുഷ്യൻ പുറത്തു വന്ന ഇടമാണ് മരുഭൂമി. പൗലോസിന്റെ പ്രാകൃത മനുഷ്യൻ മാറി പുതിയ മനുഷ്യൻ പുറത്തു വന്ന ഇടമാണ് മരുഭൂമി, അറേബ്യ. ആ സ്ഥലം ഓർമ്മയിരുന്നാൽ മതി. ലെന്റ്, നോമ്പ് കാലമാണ്. ഫ്ലവറിംഗ് സീസൺ എന്നാണ് പറയുക. വേപ്പ് മരം പൂക്കുന്നത് വേനലിന്റെ ഉച്ചിയിലാണെന്ന് പറയും. വേപ്പ് മരം പൂക്കുന്നത് വേനലിന്റെ ഉച്ചിയിലാണ്. ഓരോ ക്രൈസ്തവ ജീവിതവും ഒരു വേപ്പ് മരമാണ്. പൗലോസ്ലീഹായ്ക്ക് തർസോസിൽ കൂടുതലുണ്ടായിരുന്നത് അഹംബോധമാണ്. അഹംബോധം, അഹങ്കാരി. എന്നാൽ അറേബ്യ പൗലോസിന്റെ ജീവിതത്തെ അഹംബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് കേൾക്കണേ, നമുക്ക് ഈ ആദ്യത്തരുണ്ട്, അഹംബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക്. നോമ്പ് ഒരു അറേബ്യയാണെങ്കിൽ അഹംബോധത്തിൽ നിന്ന് നമ്മളെ എവിടെയൊക്കെ കൊണ്ടുവരും? ആത്മബോധത്തിലേക്ക്. എന്താ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? ഒത്തിരി നിർവചനമുണ്ട്. എനിക്കിഷ്ടം തോന്നിയൊരു നിർവചനമുണ്ട്. പ്രയർ എന്ന് പറയുന്നത്, സ്വയം തിരിച്ചറിയുന്ന ഒരാളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രയർ ഈസ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക് എന്നാണ്. പ്രയർ ഈസ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക്. ഒരു നിലവാരമുള്ള, അവനവനോട് തന്നെ വല്ലാതെ ഇടപെടുന്ന ഒരു നേരമാണ് ആധ്യാത്മികത. പൗലോസ്ലീഹയുടെ അറബി എന്താ? 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം പറയുന്നുണ്ട്, തനിക്കൊരു ദർശനമുണ്ടായി. അത് അറേബ്യയിൽ വെച്ചായിരിക്കണം. താൻ എത്രാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നാ ആർക്കെങ്കിലും പറയാമോ? കേട്ടില്ല. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത് അറേബ്യയിലെ ധ്യാന നേരത്താണ് എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു പ്രാകൃത മനുഷ്യന്റെ മാറ്റം കണ്ടോ? കൺവിക്ഷൻ ലീഡ്സ് ടു കൺഫെഷൻ. കൺഫെഷൻ ലീഡ്സ് ടു കൺവെർഷൻ. കൺവെർഷൻ ലീഡ്സ് ടു കോൺവെർസേഷൻ. കുറ്റബോധം. കൺവിക്ഷൻ ലീഡ്സ് ടു കൺഫെഷൻ. കുറ്റബോധം അനുതാപത്തിലേക്ക് കൊണ്ടുവരും. കൺഫെഷൻ ലീഡ്സ് ടു കൺവെർഷൻ. അനുതാപം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും. കൺവെർഷൻ ലീഡ്സ് ടു കോൺവെർസേഷൻ. മാനസാന്തരം സംവാദത്തിലേക്ക്, ദൈവവുമായുള്ള ഇടപെടലിലേക്ക്. അറേബ്യ ഇടപെടലിൻ്റെ ഇടമാണ്. ഒരു അറേബ്യ സംഭവിക്കേണ്ട 40 ദിവസമാണ്. പ്രാകൃത മനുഷ്യനെ മുഴുവൻ കുടഞ്ഞു കളഞ്ഞ് ജീവിതത്തിൻ്റെ പരിശോധനകൾ വരുമ്പോൾ ഒന്ന് പിൻവാങ്ങുന്ന മനുഷ്യർ. 3 ഭാഗം
3 സ്ഥലം നിങ്ങളോട് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിൻ്റെ പകുതി ഇവിടെ തീരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ 3 സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ അനിവാര്യമായി വരുന്നുണ്ട്. 1, പറയാതെ മുന്നോട്ട് പോകില്ല. 1, തർസോസ്, പ്രാകൃത മനുഷ്യന്റെ ഇൻസോളൻസ്. 2, ദമസ്കോസ്, ഇൻസ്പെക്ഷൻ, പരിശോധനയുടെ മണിക്കൂറുകൾ, അന്ധതയുടെ താഴ്വരകൾ. 3, അറേബ്യ, എന്താണ്? ഇന്ററാക്ഷൻ, സംവാദത്തിന്റെ, പിൻവലിയലിന്റെ, ദൈവവുമായുള്ള ആന്തരികമായ ഇടപെടലിന്റെ, പൂത്തുലയലിന്റെ, വസന്തത്തിന്റെ, ആന്തരിക മനുഷ്യൻ പുറത്തു വരുന്നതിന്റെ, ക്വാളിറ്റി സെൽഫ് ടോക്കിന്റെ ഇടം. 3 സ്ഥലങ്ങൾ മനസ്സിൽ അക്കമിട്ട് ഒന്ന് കുറിച്ചു വെക്കുമോ? തർസോസ്, ദമസ്കോസ്, അറേബ്യ. 4, പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ, വളരെ വേഗമാണ് ഈ വിഷയം, പൗലോസ്ലീഹായുടെ ജീവിതത്തെ ഒരു പ്രസംഗത്തിൽ മുഴുവൻ അപഗ്രഥിക്കുക എന്നുള്ളത് സാഹസവും വിഡ്ഢിത്തവുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ മാത്രം ബന്ധപ്പെടുത്തിയ ഒരു ഓട്ടം മാത്രമാണ്, ഓട്ട പ്രദക്ഷിണം മാത്രമാണ് ഈ ഉള്ളവൻ ഈ രാത്രി നടത്തുന്നത്. 4, അന്തോഖ്യ, സ്പേസ് ഓഫ് ഇൻഫ്ലൈം, അഗ്നിജ്വലിക്കുന്ന സുവിശേഷത്തിന്റെ അഗ്നിജ്വലിക്കുന്ന ഇടം അന്തോഖ്യ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ എന്താണ് അന്തോഖ്യ? ആ വാക്ക് നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ. സുവിശേഷത്തിന്റെ അഗ്നിയുമായി പൗലോസ്ലീഹ സഞ്ചരിച്ച വഴികൾ, അതിൽ പ്രധാനപ്പെട്ട ഇടമാണ് അന്തോഖ്യ. അദ്ദേഹത്തിന്റെ യാത്രകളിലെ പ്രധാനപ്പെട്ട സ്ഥലം, അദ്ദേഹത്തിന്റെ സുവിശേഷത്തിന്റെ തീഷ്ണത. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു വാക്യം, അത് അപ്പോസ്തല പ്രവൃത്തികൾ 26-29. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ, തടവറയിൽ കിടന്ന് കയ്യിൽ ചങ്ങല കടന്നാ പ്രസംഗിക്കുക, അവസാന കാലാണ് കേട്ടോ. ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എന്താണിത് പ്രിയപ്പെട്ടവരെ, ഒന്ന് കേട്ടെ. കയ്യിൽ വിലങ്ങ് വീണ ഒരു മനുഷ്യൻ, കയ്യിൽ ചങ്ങലയിടപ്പെട്ടൊരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഈ പ്രസംഗം നടത്തുമ്പോൾ, ഉയരത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ ചങ്ങല ഒഴിച്ച് ഇത് കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെ ആകണം. അതൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, എന്നെ പോലെ ആകണമെന്ന് അദ്ദേഹം പറയുക. പൗലോസ്ലീഹയുടെ പ്രസംഗം എന്താ? പ്രസംഗം 3 തരമാണ്. 1 ഇൻഫോർമേറ്റീവ്, അത് ഫസ്റ്റ് സ്റ്റെപ്പാ, കുറച്ച് അറിവ് കിട്ടും, പ്രഭാഷണങ്ങൾ. 2 ഇൻസ്പയറിങ്, നമ്മെ സ്വാധീനിക്കുന്ന പ്രസംഗങ്ങളുണ്ട്, നമ്മെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മെ വല്ലാതെ ജ്വലിപ്പിക്കുന്നുണ്ട്. 3 ഇൻഫ്ലെയിമിങ്, നമ്മെ മാറ്റിത്തരുന്ന, നമ്മെ മാറ്റിയെടുക്കുന്ന, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന. പൗലോസ്ലീഹ അങ്ങനെയായി മാറി എന്നുള്ളതാണ്. ഇൻഫോർമേറ്റീവ് ആയിരുന്നില്ല, ഇൻസ്പയറിംഗ് ആയിരുന്നില്ല, ഇൻഫ്ലെയിമബിൾ ആയി. അന്തോഖ്യ, സുവിശേഷത്തിന്റെ അഗ്നിയുമായി ആ മനുഷ്യൻ ജീവിതത്തിൽ ഓട്ടം തുടങ്ങിയ ഇടം. തമ്പുരാന്റെ ഒരു തമാശ ഞാൻ പറയാം കേട്ടോ. ഈ പൗലോസ്ലീഹ ശൗലായിരുന്നപ്പോ ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ഇടിച്ചു നോക്കാൻ പുള്ളി യെറൂശലേമിൽ നിന്ന് 150 മൈൽ അകലെയുള്ള ദമസ്കോസിലേക്ക് പോയി ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി യെറൂശലേമിലേക്ക് കൊണ്ടുവരുന്നു. അത് പട്ടണങ്ങളിൽ ക്രിസ്തുമതം വ്യാപിക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്നാ പറയുക. 150 മൈൽ ഇതിനായിട്ട് പുള്ളി പോവുക. എന്തൊരു ആവേശമാണെന്ന് കണ്ടോണേ, ക്രിസ്ത്യാനി ഉപദ്രവിക്കാൻ. എന്നാൽ അദ്ദേഹം പിൽക്കാലത്ത് സുവിശേഷത്തിന്റെ അഗ്നിക്കനലുകളുമായി, സുവിശേഷത്തിന്റെ അഗ്നി സിരകളിലേറ്റ് നടന്ന കാലത്ത് 1ഉം 2ഉം മിഷണറി യാത്രകളൊക്കെ 3 വർഷമാണ്. 2ാം മിഷണറി യാത്രയെങ്കിലും 1500 മൈൽ അദ്ദേഹം ഇങ്ങനെ കാൽനടയായി സഞ്ചരിച്ചു എന്നാണ് കേട്ടോ. ആലോചിക്കാൻ പറ്റില്ല. എത്ര മൈല്? എത്ര? 1500. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ദമസ്കോസിൽ നിന്ന് യെരൂശലേമിലേക്ക് ക്രൈസ്തവരെ ഇടിച്ചു നോക്കാൻ കൊണ്ടുപോയത് എത്ര മൈല? 150. തമ്പുരാൻ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അതിൻ്റെ 10 ഇരട്ടിയാ. ദൈവം അങ്ങനെയാ.
ദൈവം അങ്ങനെയാണ്. ദൈവം ഒരാളോട് ഇടപെടുന്നത് ചില നേരങ്ങളിൽ അങ്ങനെയാണ്. അബ്രഹാമിനെ 22-ാം അധ്യായത്തിൽ ഉൽപ്പത്തിയിൽ ആദ്യം വിളിക്കുന്നത് കണ്ണുനീരിലേക്കാ. ഒറ്റ തവണയാണ് വിളിക്കുന്നത്, അബ്രഹാമേ നിന്റെ ഏകജാതനെ ബലി കൊടുക്കണം. 22-11 വിളിക്കുന്നത് 2 തവണയാ, അബ്രഹാമേ അബ്രഹാമേ. അത് കരുതലിലേക്കാ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ദൈവം ഇരട്ടിയായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം ഇരട്ടിയായി പ്രവർത്തിപ്പിക്കുന്ന ദൈവമാണ്. ഓർക്കണം, നമുക്ക് പൗലോസിനെ മറക്കുന്ന ക്രിസ്ത്യാനിത്വമാണുള്ളത്. ഈ സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അലർജി ഉണ്ട്. നാം അതിനെ സുറിയാനി സഭയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടൊരു നിർവചനമുണ്ട്. എന്താണ് സുവിശേഷീകരണം? എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷനറി. ഞാനും നിങ്ങളും. എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷനറി. എവരിവൺ ഔട്ട്സൈഡ് ക്രൈസ്റ്റ് ഈസ് എ മിഷൻ ഫീൽഡ്. മനസ്സിലായില്ലേ? എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷനറി. എവരിവൺ ഔട്ട്സൈഡ് ക്രൈസ്റ്റ് ഈസ് എ മിഷൻ ഫീൽഡ്. ഓരോ ക്രിസ്ത്യാനിയും ഒരു സുവിശേഷകനാണ്. പരിശുദ്ധ സഭയിൽ സുവിശേഷത്തിന്റെ അഗ്നിയുമായി നടന്നൊരു വലിയ പിതാവിന്റെ ഓർമ്മ ഈ ദിവസങ്ങളിലല്ലേ? ആ പാട്ട് പാടുമ്പോഴെങ്കിലും നിങ്ങൾക്കറിയാം, സുവിശേഷവാഹിയായി തീർക്കണമെന്നെ, ജീവസുവിശേഷവാഹിയാക്കണേ. ആരുടെ പാട്ടാ? ഉസ്താദ് ഇസ്രുവിനുടെ പാട്ട്. സുവിശേഷത്തിന്റെ അഗ്നിയുമായി നടന്ന പിതാവ് ഈ ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയാണ്. സുവിശേഷവാഹിയായി തീരണമെന്നെ, തീർക്കണമെന്നെ, ജീവസുവിശേഷ വാഹിയാക്കണേ. സഹോദരങ്ങൾ, എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷണറി. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ കുറിച്ച് ജീവിതത്തിൽ സാക്ഷിക്കേണ്ടയാളാണ്. യെരൂശലേമിൽ നിന്ന് സിറിയ, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ശക്തമായി 39 നഗരങ്ങളിൽ 30 രാജ്യങ്ങളിൽ ആ ചെറിയ മനുഷ്യൻ ഓടി. 39 രാജ്യങ്ങളിൽ 39 നഗരങ്ങളിൽ 30 രാജ്യങ്ങളിൽ ആ ചെറിയ മനുഷ്യൻ എത്ര ഭൂഖണ്ഡങ്ങൾ! സഹോദരങ്ങളെ, മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ കേന്ദ്ര വിഷയമാക്കി പുഴവക്കത്തും സുനഗോഗിലും കാരാഗൃഹത്തിലും കപ്പലിലും ദ്വീപിലും ആ മനുഷ്യന്റെ അധരങ്ങളിൽ നിന്ന് ക്രിസ്തു സുവിശേഷത്തിന്റെ അഗ്നിക്കാറ്റു വീശി. ദൈവത്തിന്റെ വചനം കപ്പലിലും കാരാഗൃഹത്തിലും പുഴവക്കിലും ദ്വീപിലും ഒക്കെ. നമ്മുടെ കയ്യിലൊരു പുസ്തകം ഇരിപ്പുണ്ട്. ഈ പുസ്തകം 4 പേര് കാണുക ഒന്ന് എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പോലും നമുക്കൊരു ലജ്ജയുണ്ട്. സത്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഷോക്കേസിന്റെ മൂലയ്ക്ക് പോകുന്ന വഴിക്ക് ഇരിപ്പുണ്ടത് അല്ലേ? നമ്മൾ പോകുന്നതിന് പറയാം, നമ്മുടെ ഗ്ലാസ് ഇട്ട ടീപ്പോയുടെ അടിയിൽ ഇതിരിപ്പുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കരഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോ. കേട്ടോ? കരഞ്ഞതാരാ? ഈ പുസ്തകം. തലമുറകളെ ഇത് ഹൃദയത്തോട് ചേർത്ത് പിടിപ്പിക്കാൻ, തലമുറകൾ ഇത് ഹൃദയത്തോട്. അപ്പനെടുത്താൽ കൊച്ചെടുക്കും, അപ്പൻ എടുക്കുകയല്ല, അമ്മ എടുക്കുകയല്ല. പ്രിയപ്പെട്ടവർ, ഇതിങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനൊരു അഴക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. വലിയ പരാജയമാണ്. യുവർ ക്രിസ്ത്യൻ പേരന്റിങ് ഈസ് എ ഫെയില്യൂർ. ഒരു ചോദ്യമാണ്, ഒരു വലിയ ചോദ്യമാണ് പ്രിയപ്പെട്ടവർ. അറേബ്യയെ കുറിച്ച്, അന്തോഖിയെ കുറിച്ച് പറയുമ്പോൾ, പൗലോസ് ശ്ലീഹായുടെ സുവിശേഷ തീക്ഷ്ണതയെ കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇതൊരു വല്ലാത്തൊരു അനുഭവം പോലെയാ. ഈ പുസ്തകം എടുത്ത് ചങ്കോട് ചേർത്ത് പിടിക്കുമ്പോൾ ആദിമസഭ അതിൻ്റെ ഊർജം അതായിരുന്നു. ഏർലി ചർച്ച് തിങ്ക് അബൌട്ട് സാൽവേഷൻ. ഗ്രാജുവലി ദ ടേം സേവിങ് ഈസ് മോർ പ്രയോർ ദാൻ സാൽവേഷൻ എന്ന് പറയും. ഏർലി ചർച്ച് തിങ്ക് അബൌട്ട് സാൽവേഷൻ. ആദിമസഭ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചു. ഗ്രാജുവലി ദ ടേം സേവിങ്സ് ഈസ് മോർ പ്രയർ ദാൻ സാൽവേഷൻ. സാൽവേഷൻ എന്നുള്ള വാക്കിന്റെ സ്ഥാനത്ത് മറ്റൊരു വാക്ക് വന്നു. എന്ത്? സേവിങ്സ്. അങ്ങനെ നമ്മുടെ പള്ളികളൊക്കെ ലാഭമുണ്ടാക്കുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ പോലെയായി. ബഡ്ജറ്റുകൾ ലാഭമുണ്ടാക്കുന്നതിന് മാത്രം, വസ്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിന് മാത്രം, വലിയ കെട്ടിപ്പടുക്കലുകൾക്ക് മാത്രം. സഭയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി. ഞാൻ ഏറ്റവും വലിയ കുറ്റവാളി, നിങ്ങളും.
അതിൻ്റെ ഒറ്റ പ്രശ്നം, സാൽവേഷൻ എന്നുള്ള ടേമിൻ്റെ സ്ഥാനത്ത് സേവിങ്സ് എന്ന് പറയുന്ന ടേം, സഭ, ഇടവക, ക്രൈസ്തവ ജീവിതം പുനർനിർണയിച്ചതാണ് അതിൻ്റെ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രകൾ, 3-ാം മിഷണറി യാത്രയിൽ അദ്ദേഹം ബന്ധനസ്ഥനാക്കപ്പെടുന്നു. 40-ലധികം യഹൂദർ ഒരുമിച്ചിട്ട് പിടിക്കുക അദ്ദേഹത്തെ, ഉപായത്തിൽ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പെന്തിക്കോസ്തി പെരുന്നാൾ സമയമാണ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ അവസാനത്തെ അധ്യായങ്ങൾ വായിക്കണമേ. തുടർന്ന് കൈസറിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് റോമിലേക്ക് ഒരു കപ്പൽ യാത്ര നടത്തുന്നുണ്ട്. ആ യാത്രയിലേക്കാണ് അടുത്ത സ്ഥലം. 4 സ്ഥലം പറഞ്ഞു. 4-ാമത്തെ സ്ഥലം അന്തോഖ്യ. സുവിശേഷത്തിന്റെ അഗ്നി ജ്വലിക്കുന്ന ഓരോ ക്രൈസ്തവനും എപ്പോഴെങ്കിലുമൊക്കെ തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ വചനത്തിലും ജീവിതത്തിലും സാക്ഷിക്കേണ്ട അനുഭവം നമുക്ക് നഷ്ടപ്പെടുക. 5 മറക്കല്ലേ, തർസോസ്, നിങ്ങൾ പറ, തർസോസ്, ദമസ്കോസ്, അറേബ്യ, അന്തോഖ്യ. 5 മെലീത്ത. അച്ഛോ, മുമ്പേ പറഞ്ഞതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞത് അധികം അങ്ങോട്ടൊന്നും പിടി കിട്ടുന്നില്ലല്ലോ. മെലീത്ത, സ്പേസ് ഓഫ് ഇറിറ്റേഷൻ ആൻഡ് സർവൈവൽ, അസ്വസ്ഥതയുടെയും അതിജീവനത്തിൻ്റെയും ഇടം. നിങ്ങൾ മെലീത്തായെ പഠിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 27-28 അധ്യായങ്ങൾ ഇപ്പം വായിക്കരുത്, ദയവ് ചെയ്ത്. ഇനി അത് മൊത്തം വായിച്ചിട്ടേ നോക്കുള്ളൂ, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആ 2 അധ്യായങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം, വരികളിൽ കൂടെയല്ല, വരികൾക്കിടയിൽ കൂടെ. പൗലോസ്ലീഹായെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അവസാനം സ്പെയിനിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചു, പറ്റിയില്ല. അദ്ദേഹത്തെ ഉപായത്തിൽ പിടിച്ച് അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് റോമിലേക്ക്, കേൾക്കണേ, റോമിലേക്ക് ധാന്യം കൊണ്ടുപോകുന്ന ചാക്കുകെട്ടുകൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലിൽ യൂലിയോസ് എന്ന ശതാധിപന്റെ കീഴിൽ 276 തടവുകാർ. ഇതാ ആ കപ്പൽ, ഈ ധാന്യക്കപ്പൽ അലക്സാണ്ട്രിയയിൽ നിന്ന് റോമിലേക്ക് ആഴക്കടലിൽ കൂടെ നീങ്ങുന്നു. അകത്ത് എത്ര തടവുകാർ? ഇപ്പൊ പറഞ്ഞോളൂ, 276 പേർ. അതിലൊരാൾ ആര്? പരിശുദ്ധനായ പൗലോസ്ലീഹ. എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. യാത്ര ഇതാ മുന്നോട്ട് തുടർന്നു പോകുന്നു. 27-ാം അധ്യായമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നത്. 13-ാം വാക്യം ഇങ്ങനെയാണ്: തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ യാത്ര തുടങ്ങി. ഒരു നല്ല പ്രതീക്ഷ. പായ്ക്കപ്പലിന് കാറ്റിൻ്റെ ദിശ ഒരു പ്രതീക്ഷയും സ്വപ്നവുമാണ്. എന്നാൽ തൊട്ടടുത്ത വാക്യം, 13-ാം വാക്യം ഇങ്ങനെയാണ്: തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ യാത്ര കൊള്ളാം. 14-ാം വാക്യം: ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് സകലവും തകർക്കുന്നു. എന്താ ഈശാനമൂലൻ? കൊറോണ പോലൊരു സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ഒരു പ്രകൃതിയുടെ പ്രതിഭാസത്തെ വിളിച്ചു വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാന. നന്നായിട്ടൊന്ന് പാടിക്കുക. എത്രയോ നാൾ കണ്ട് പാടുകയാണ് ഈ പാട്ട്. ഈ സാധനം എന്താണെന്ന് നമുക്കറിയത്തില്ല. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാന മൂലനേറുമ്പോൾ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, വിശ്വാസ നായക പ്രിയ എന്ന് പറഞ്ഞാൽ ഈ അലക്സാണ്ട്രിയൻ കപ്പലിനെ ആഴക്കടലിൽ മുക്കിക്കളയുന്ന ടൊർണാഡോ പോലെ, കത്രീന പോലെ ഒക്കെ നമ്മളിന്ന് കാറ്റുകൾക്ക് പേരിടില്ലേ, അതുപോലെ ഒരു കാറ്റാണ് ഏത്? ഈശാനമൂലൻ. വിശ്വാസത്തിൻ്റെ കപ്പൽ താഴ്ത്തിക്കളയുന്ന കപ്പൽ. പ്രിയപ്പെട്ടവരെ, ഈ കപ്പൽ ആടി ഉലയുകയാണ്. ശുഭപ്രതീക്ഷയോടെ ഇറങ്ങി കപ്പൽ ഇതാ സമുദ്രത്തിൽ കോപിച്ചിളകി ആടി ഉലയുന്നുണ്ട്. 14-ാം രാത്രി പുറപ്പെട്ടിട്ടിരുന്ന എത്ര ദിവസം കഴിഞ്ഞു? പറയൂ. 14-ാം രാത്രി. 14-ാം രാത്രി ഒരു പുതിയ കര.
അതൊരു പ്രതീക്ഷ. പണ്ടൊരു പാട്ടും ഇല്ലേ, 14 രാവ് ഉദിച്ചതെന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രതീക്ഷയുടെ കര. 14 രാത്രി, പുതിയ കര. പട്ടിണിയുടെ നാളുകൾക്ക് ശേഷം ഈ ധാന്യമൊക്കെ കളയുന്നുണ്ട്. ഈ സ്ലീഹാഭാഗം പരിശുദ്ധന്മാരുടെ പെരുന്നാളിൽ സ്ലീഹ വായിക്കുന്നുണ്ട് കേട്ടോ. സ്പേസ് ഓഫ് ഇറിറ്റേഷൻ ആൻഡ് സർവൈവൽ, അസ്വസ്ഥതയുടെ അതിജീവനത്തിൻ്റെ ഇടമാണ്. അവിടെ പൗലോസ്ലീഹ കുർബാന അർപ്പിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന. 35-36 വാക്യങ്ങളിലുണ്ട്. അപ്പം എടുത്ത് വാഴ്ത്തി ഈ പ്രതിസന്ധിയുടെ മധ്യേ, ഈശാനമൂലിന്റെ മധ്യേ, തകർച്ചയുടെ മധ്യേ, കപ്പൽ ആടി ഉലഞ്ഞ് തകർന്നപ്പോ, കപ്പൽ തകരുന്നു, പ്രതിസന്ധികളുടെ മധ്യേ പരിശുദ്ധ ബലിയർപ്പിക്കുന്ന പൗലോസ്ലീഹ. എന്നിട്ടും കപ്പൽ തകർന്നു. പ്രതിസന്ധിയും പ്രതീക്ഷയും മാറിമറിഞ്ഞ ആ 14 രാത്രികളിൽ, പകലുകളിൽ, എന്നിട്ടും കപ്പൽ തകർന്നു. അപ്പോൾ ഒരു പണി നടത്തി. ഇവരുടെ ഹെഡ് എന്ന് പറയുന്നത് യൂലിയോസ് എന്ന ശതാധിപനാണല്ലോ. തടവുകാർ രക്ഷപ്പെടാതിരിക്കാൻ, എല്ലാവരെയും കൊന്നുകളയാൻ, കാരണം കപ്പൽ തകർന്നു വെള്ളത്തിൽ പോയി നീന്തി രക്ഷപ്പെടാതിരിക്കാൻ. എന്നാൽ യൂലിയോസിന് മനസ്സിലൊരു കനിവ് തോന്നി, പൗലോസിനെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചു. അത് നടന്നു. ഒരുത്തനെ കൊല്ലണ്ടെന്ന് പറഞ്ഞു. പൗലോസിന് വേണ്ടി, പൗലോസ്ലീഹ ഉണ്ടായതുകൊണ്ട് ബാക്കി 275 പേരും രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ആ പരിശുദ്ധ കുർബാനയിൽ എത്ര പേര് സംബന്ധിച്ചു? നിങ്ങൾ പറ. താമസിക്കുന്നു 276 പേർ. അവർ 276 പേര് നീന്തല ഞാൻ വിചാരിക്കുന്നില്ല 276 പേരും നീന്തൽ അറിയാമെന്ന്. പക്ഷെ ഒരുത്തൻ പോലും നശിച്ചില്ല. വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നാൽ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാൽ, നീ പരിശുദ്ധ കൂദാശകളിൽ അഭയം പ്രാപിച്ച് വചനത്തിൽ അഭയപ്പെട്ട് ജീവിച്ചാൽ ഒരുവൻ പോലും നശിച്ചില്ല. 276 പേര് നീന്തി കരകയറി. അസ്വസ്ഥതകൾ അതിജീവനത്തിലേക്ക് നീന്തി ചെന്ന സ്ഥലത്തിന്റെ പേരാണ്, അതൊരു ദ്വീപായിരുന്നു, ഞാൻ പറഞ്ഞു, മെലീത്ത. അവിടെ നല്ല തങ്കപ്പെട്ട മനുഷ്യരായിരുന്നു കേട്ടോ. അതിഥി സൽക്കാര പ്രിയരായവർ അവർക്ക് ഭക്ഷണം കൊടുത്തു, ഇഷ്ടം പോലെ കഴിക്കാൻ കൊടുത്തു. അവർക്ക് തണുപ്പ് മാറ്റാൻ തീ കൂട്ടി. സംഭവം നിങ്ങൾക്കറിയാം. തീ കൂട്ടി തണുപ്പ് മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ പൗലോസ്ലീഹയുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ടായി. എന്ത്? ഒരണലി ചുറ്റി. അപ്പോൾ ലക്ഷണം പറയുന്ന എല്ലാവരും കൂടെ പറഞ്ഞു, അല്ലെങ്കിൽ ലക്ഷണം പറയാം, വല്ലോനും വരുമ്പോൾ ലക്ഷണം പറയാൻ നമുക്ക് മിടുക്കരാണല്ലോ. ബാക്കിയുള്ളവർ പറഞ്ഞു, കണ്ടോ, നീതി ദേവത അവനെ വിടുകയല്ല, ഇവൻ ഭയങ്കര കുഴപ്പമുള്ള പാർട്ടിയാണ്. കപ്പൽ തകർന്ന് രക്ഷപ്പെട്ടിട്ട് വീണ്ടും പാമ്പ് കടി. പൗലോസ്ലീഹ അണലിയെ കുടഞ്ഞ് തീയിലേക്കിടുന്നു. അവിടുത്തെ ജനം പൗലോസ്ലീഹയെ 2 പേര് മാറി മാറി വിളിക്കുന്നുണ്ട്. ഒന്ന് കുലപാതകൻ എന്ന് പറഞ്ഞു അണലി ചുറ്റിയപ്പോ. അണലി പോയപ്പോ വിളിച്ചു ദേവൻ. ജനം അങ്ങനെയാ. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ഇങ്ങനെ കപ്പൽ ഛേദവും പാമ്പ് കടിയും ഒക്കെ അസ്വസ്ഥത. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുക, 26 കൂട്ടം പ്രതികൂലത വന്നു. 26 കൂട്ടം. എൻ്റെ കൃപ നിനക്ക് മതി. പ്രാർത്ഥിച്ചു, ദൈവമേ ശൂലം ഒന്ന് മാറ്റണേ. ആര് പ്രാർത്ഥിച്ചു? പൗലോസ്ലീഹ. തമ്പുരാൻ പറഞ്ഞു, മക്കളെ, മോനെ പൗലോസേ, ശൂലം മാറ്റുകയല്ലടാ, കൃപ കൂട്ടിത്തരാം. എന്താ പറഞ്ഞത്? എൻ്റെ കൃപ, ശൂലം മാറ്റുകയല്ല, എന്നെ കൂട്ടിത്തരാം, കൃപ കൂട്ടിത്തരാം. നമ്മുടെ ജീവിതത്തിൽ 26 ഇല്ലെന്നേ, 2 3 ഒക്കെ അല്ലേ ഉള്ളൂ പ്രതിസന്ധി. തമ്പുരാൻ പറയും, മോളെ, മകനെ, നിന്റെ ശൂലം ഞാൻ തൽക്കാലം മാറ്റുകയല്ല, കൃപ കൂട്ടിത്തരാം ജയിക്കാൻ. 3 മാസം ആ ദ്വീപിൽ, മെലീത്ത ദ്വീപിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കണം ആ ഭാഗം. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ആ മനുഷ്യൻ പറയുക, ഞാൻ നല്ല പോർ പൊരുതി. ബാക്കി പറഞ്ഞു, അതും അറിയാലല്ലോ. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. നമ്മൾ ഈ മരണ വീട്ടിലൊക്കെ ഇത് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാറുണ്ട്. അതെന്ത് പോരാണെന്നുള്ളതിന് ഭാര്യയോടുള്ള പോരാണോ ഭർത്താവിനോടുള്ള പോരാണോ ഈ പൊരുതിക്കൊണ്ടിരുന്നെന്നുള്ളത് വേറെ കാര്യം. പൗലോസ്ലീഹ പൊരുതിയത് അങ്ങനെയുള്ള പോരൊന്നും ആയിരുന്നില്ല. ഈ മേൽപ്പറഞ്ഞ പ്രതിസന്ധികളുടെ പോരാട്ടം. ഉരുക്കിടുന്നു, മിഴുനീരിലിട്ടു മുക്കുന്നു, ചുറ്റും ഭുവനൈക ശില്പി. ഈ ലോകത്തെ പണിഞ്ഞവൻ ഉരുക്കിടുന്നു,
മിഴിനീരിൽ ഇട്ടുമുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി. മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. സ്വർഗത്തിലെ ദൈവം ചില പ്രതിസന്ധികളിലൂടെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. അസ്വസ്ഥതയുടെയും അതിജീവനത്തിൻ്റെയും ഇടം, സ്പേസ് ഓഫ് ഇറിറ്റേഷൻ ആൻഡ് സർവൈവൽ. മെലീത്ത മറന്നു പോകരുത്. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. ഇങ്ങനെ സ്റ്റേബിളായിട്ടൊന്നും ഉണ്ടാവില്ല. കാർഡിയാക് പേഷ്യൻസിൻ്റെ തലയുടെ രോഗക്കിടക്കയിലെ തലയുടെ മുകളിൽ, കിടക്കയ്ക്ക് മുകളിൽ ഒരു മോണിറ്റർ ഉണ്ടാവും അല്ലേ? കറുത്ത മോണിറ്റർ. ICUവിൽ ഒരു ചുവന്ന വര ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാ പോവുക ചുവന്ന വര? ICUവിലൊന്നും കയറിയില്ലല്ലേ? കയറാതിരിക്കട്ടെ. എങ്കിലും മുകളിലോട്ടും താഴോട്ടും കണ്ടിട്ടില്ല? ഇങ്ങനെ മുകളിലോട്ടും ചുവന്ന. അതിൻ്റെ അർത്ഥം എന്താ? ഈ ചുവന്ന വര മുകളിലോട്ടും താഴോട്ടും പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ കിടക്കുന്ന അവറാച്ചായൻ ആള് ലൈവാണ് എന്നാണ് അർത്ഥം. മരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ സുസമ്മ ആളുണ്ട് എന്നുള്ളതാണ് അർത്ഥം. പുള്ളിക്കാരിയുടെ ഗ്രാഫായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഈ വര ഒരു ലോങ് ബീപ്പായി ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. ICUവിൻ്റെ വാതിലുകൾ അതിവേഗം തുറന്നടയും. ഡോക്ടറും നഴ്സുമാരും ഒക്കെ ഓടി വരും. ഒരു സ്ട്രെയിറ്റ് ലൈൻ. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ദൈവമേ, ഷൈജു അച്ഛനെ അറിയിച്ചോളൂ എന്നാൽ മാത്രമേ അതിനർത്ഥമുള്ളൂ അല്ലേ? കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ജീവിതം എങ്ങനെയാണ്? നമുക്ക് സമതലമാണ് ഇഷ്ടം, സഞ്ചരിക്കാൻ. കയറ്റിറക്കങ്ങളില്ലാത്തൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരുന്നു ജീവിതമെങ്കിൽ മോഹിക്കാറുണ്ട് നാം. പക്ഷെ ജീവിതത്തിന് നാം കൊടുക്കുന്ന ടാക്സ് ആണ്, ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് നാം കൊടുക്കുന്ന കരമാണ് ഈ കയറ്റിറക്കങ്ങൾ. അതുകൊണ്ടാണ് ഇറിറ്റേഷൻ ആൻഡ് സർവൈവൽ. പിന്നെയും പ്രതിസന്ധികളും അതിജീവനവും അതിജീവനവും മാറി മാറി പുണരുന്ന ഇടമാണ് മെലീത്ത. കാർഡിയാക് മോണിറ്റർ പോലെ 5 സ്ഥലങ്ങൾ. അവസാനം ഇടം. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ കഷ്ടാനുഭവം ഇഷ്ടാനുഭവമാക്കി മാറ്റി എന്നുള്ളതാണ്. 6ാമത്തെ സ്ഥലം റോം. സ്പേസ് ഓഫ് ഇൻക്വിസിഷൻ. ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ വിചാരണ, വിധിയുടെ ഇടം, വിചാരണയുടെ ഇടം. നിങ്ങൾക്കറിയുമോ, 3 മാസം മെലീത്ത ദ്വീപിലെ വാസശേഷം പ്രിയപ്പെട്ട പൗലോസ്ലീഹായും കൊണ്ട് വീണ്ടും തടവിൽ. അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രം 28-ാം അധ്യായത്തോടെ അവസാനിക്കുകയാണ്. റോമിലെ തടവറയിൽ ഒരു വിചാരണ തടവുകാരനായി അദ്ദേഹം അവസാന നാളുകൾ 2 വർഷമെങ്കിലും 3-4 തവണ അദ്ദേഹം തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. എഫേസോസിൽ, കൈസറിയയിൽ, റോമിൽ. ആ കാലഘട്ടങ്ങളിൽ എഴുതിയ ലേഖനങ്ങൾ, കാരാഗൃഹ ലേഖനങ്ങൾ നിങ്ങൾക്കറിയാം. എഫേസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനമൊക്കെ. അവസാന നാളുകളിൽ കേൾക്കണേ, അദ്ദേഹത്തിന്റെ ജീവിത അവസാനത്തിലേക്ക് വരിക. ഫെലിക്സ്, ഫെസ്തോസ് എന്നിങ്ങനെയുള്ള ഭരണാധികാരികൾ സത്യമറിഞ്ഞിട്ടും പീലാത്തോസിനെ പോലെ യഹൂദന്മാരുടെ പ്രീതിക്ക് വേണ്ടി പൗലോസ്ലീഹായെ അന്യായമായി വിധി ചെയ്ത സ്ഥലമാണ് റോം. സ്പേസ് ഓഫ് ഇൻക്വിസിഷൻ, വിചാരണയുടെ, വിധിയുടെ ഇടം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 28:20 ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തം ഞാൻ ഈ ചങ്ങല ചുമക്കുന്നു. അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ്. ഞാൻ നിരപരാധിയായി കുറ്റമനുഭവിക്കുമ്പോഴും എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തം ഞാൻ ഈ ചങ്ങല ചുമക്കുന്നു. ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹം ലോക്കപ്പ്. അവസാനം അദ്ദേഹം ലോക്ക്ഡൗണിലായിരുന്നു. എന്തേ ലോക്ക്ഡൗൺ? 28-ാം അധ്യായം റോമിലെ കാരാഗൃഹ ലേഖനത്തിൽ ഈ ലോക്കപ്പിന്റെ ഒരു ലോവർ ഡിഗ്രിയാണ് ഈ ലോക്ക്ഡൗൺ. നമുക്കറിയാം, ലോക്ക്ഡൗൺ നമ്മൾ കേട്ടത് കഴിഞ്ഞ വർഷമാണ്. ഈ റോമിലെ തടവിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന് എങ്ങും പാനൊക്കെ അല്ല, കൂലിക്ക് വാങ്ങിയ വീട്ടിൽ അവിടെ പാർത്തു എന്നാണ്. അതൊരു തടവ് പോലെയാണ്. അദ്ദേഹത്തെ വേണമെങ്കിൽ ആളുകൾക്ക് അങ്ങോട്ട് ചെന്ന് കാണാം, പക്ഷെ അദ്ദേഹത്തിന് ആ വീട് വിട്ട് പോകാനൊക്കില്ല. അത് ലോക്കപ്പല്ല, അതിൻ്റെ കുറഞ്ഞ സാധനമാണ്. അതുകൊണ്ടാണ് ലോക്ക്ഡൗൺ വെറുതെ വിളിച്ചത്.
2 വർഷം അദ്ദേഹം അവിടെ പാർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ ഹൗസ് അറസ്റ്റ് എന്നാ പറയുക, വീട്ടുതടങ്കൽ. കുറ്റവിചാരണ 2 വർഷത്തിനുള്ളിൽ നടന്നില്ല, വെറുതെ വിട്ടയച്ചു. അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് വിട്ടയച്ചു. എങ്കിലും അത് വിധിയുടെയും വിചാരണയുടെയും ഇടമാണ്. റോമൻ പൗരനായതുകൊണ്ട് 2 വർഷം വരെ കുറ്റവിചാരണ നടന്നില്ലെങ്കിൽ വിട്ടയക്കണം. വിചാരണ തടവ് 2 വർഷം മാത്രമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് കാലം നോക്കില്ല. 2 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് വിട്ടു. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: AD 64 റോമാ നഗരത്തിൽ വലിയൊരു അഗ്നിബാധയുണ്ടായി. നീറോയുടെ കാലമാണ്. നഗരത്തിൻ്റെ മുഖം മാറ്റുവാൻ നീറോ തന്നെ നഗരത്തിന് തീ കൊളുത്തി എന്നാണ് പിന്നാമ്പുറത്ത് വർത്തമാനം കേട്ടോ. പക്ഷേ 7 ദിവസം റോം കത്തിയെരിഞ്ഞു. 7 ദിവസം രാപ്പകൽ. അദ്ദേഹം ആഹ്ലാദഭരിതനായി കൊട്ടാരത്തിൽ വീണ വായിച്ചു എന്നാണ് പറയുക. നീറോ ചക്രവർത്തിയുടെ വീണ വായന. വൻ നാശനഷ്ടങ്ങൾ റോമിനുണ്ടായി. ആരുടെയെങ്കിലും തലയെ കെട്ടിവെക്കണമല്ലോ. പറ്റിയ പാർട്ടികൾ ക്രിസ്ത്യാനികളാ, അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ക്രൈസ്തവരുടെ തലയിൽ ഈ ഉത്തരവാദിത്വം കെട്ടിവെച്ചു. നീറോയുടെ ഭാര്യ പൊപ്പിയയുടെ ഇഷ്ടവും അതുതന്നെ ആയിരുന്നു. ഭർത്താവിനോട് ക്ലോഡിയ, പീലാത്തോസിന്റെ ഭാര്യയെ പോലെ ഒരു നന്മയുള്ള സ്ത്രീ ആയിരുന്നില്ല നീറോയുടെ ഭാര്യ പൊപ്പിയ. അങ്ങനെ പൗലോസ്ലീഹ ഈ കുറ്റത്തിന്റെ പേരിൽ അനേകം ക്രൈസ്തവരോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെടുക. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. രാത്രിയാമങ്ങളിലെ വഴിവിളക്കുകളായി ശരീരത്തിൽ തുണി ചുറ്റി ഇന്ധനത്തിൽ മുക്കി കത്തിച്ചു കളഞ്ഞു ക്രൈസ്തവരെ. കൂട്ടത്തിൽ പൗലോസ്ലീഹായും കൊല്ലപ്പെടുകയാണ്. ക്രൂശ് മരണമായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ റോമൻ പൗരനായിരുന്നത് കൊണ്ട് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നു. ആ ദീപം കെട്ടുപോയിരിക്കുന്നു. ചക്രവാളങ്ങൾ ആർത്തുകരഞ്ഞു. സുവിശേഷം ദുഃഖത്താൽ വിതുമ്പി. ആ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, തർസോസിൽ ആരംഭിച്ച് റോമിൽ അവസാനിക്കുന്നൊരു ജീവിതം. യേശുവില്ലാത്ത തോണിയേക്കാൾ യേശുവുള്ള കടലാണ് എനിക്ക് പ്രിയമെന്ന് വിളിച്ചു പറഞ്ഞ പത്രോസിനും, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ വൻകരകളിലേക്ക് സുവിശേഷത്തിൻ്റെ വിത്ത് പാകിയ 14 ലേഖനങ്ങൾ കൊണ്ട് സർവ്വകാലത്തിനും വചന വെളിച്ചം പകർന്നു നൽകിയ പൗലോസിനും പൗലോസ്ലീഹായ്ക്കും മരണമില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ. പ്രിയപ്പെട്ടവരെ, ഈ വിചാരങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുക. 6 സ്ഥലങ്ങൾ അക്കമിട്ട് മനസ്സിലൊന്ന് ഏറ്റെടുത്ത കുറിച്ച് നിങ്ങൾ പോകുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. 1, ഉറക്കെ പറയണം. 1, തർസോസ്, പ്രാകൃത സ്വഭാവത്തിൻ്റെ സ്പേസ് ഓഫ് ഇൻസോളൻസ് നമ്മുടെ ജീവിതത്തിലൂടെ. 2, ഉറക്കെ, ദമസ്കോസ്, സ്പേസ് ഓഫ് ഇൻസ്പെക്ഷൻ, പരിശോധനയുടെ, മരണത്തിൻ്റെ അന്ധതയുടെ താഴ്വരകൾ. 3, അറേബ്യ, സ്പേസ് ഓഫ് ഇന്ററാക്ഷൻ, സംവാദത്തിൻ്റെ, പിൻവാങ്ങലിൻ്റെ ഇടം. 4, അന്തോക്യ, സ്പേസ് ഓഫ് ഇൻഫ്ലൈം, സുവിശേഷത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്ന സുവിശേഷവാഹിയായി മാറിയ പൗലോസ്ലീഹ. 5, കേട്ടില്ല, മെലീത്ത. ആ സംഭവം ഞാൻ വളരെ വിശദമായി പറഞ്ഞതാണ്. സ്പേസ് ഓഫ് ഇറിറ്റേഷൻ ആൻഡ് സർവൈവൽ, അസ്വസ്ഥതകളും അതിജീവനവും ചില ജീവിതങ്ങളിൽ മാറി മാറി പുണരുന്ന ഇടം. അവസാനമായി റോം, വിചാരണയുടെയും വിധിയുടെയും ഇടം, സ്പേസ് ഓഫ് ഇൻക്വിസിഷൻ. ആ പ്രകാശം കെട്ടുപോയ ഇടം, ദാരുണമായ ഒരു മരണം. സഹോദരങ്ങളെ, ആ മനുഷ്യനെ വേണ്ട വിധം നാം ഇനിയും ഗൗരവത്തിൽ എടുക്കാറില്ല. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെ നാം അത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ച് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആഴം കിട്ടുക. ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി. ഈ രാത്രി നിങ്ങളുടെ നല്ല ശ്രവണത്തിന് നന്ദി.